മുറിയിലോട്ട് കയറിക്കോ. ഇപ്പൊ ഓക്കെ അല്ലേ? എന്നാ ശരി, ഞാൻ പോട്ടെ. സൈറ്റിൽ നിന്ന് കുറെ തവണ വിളിച്ചിരുന്നു. എന്നെ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കിട്ട് പോവാൻ ഗിരീട്ടിന് ഒരു ബുദ്ധിമുട്ടുമില്ലേ? എന്നോട് കുറച്ചെങ്കിലും കരുതൽ കാണിച്ചൂടെ? ശരി, ഒന്നുമില്ലെങ്കിൽ എന്റെ കൂട്ടുകാരി വരുന്നത് വരെയെങ്കിലും നിന്നൂടെ? അത്ര സമയമെങ്കിലും എനിക്ക് വേണ്ടി മാറ്റി വെച്ചൂടെ? എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും. ഭർത്താവ് കുഞ്ഞിനു വേണ്ടി മാത്രമാണ് തന്നെ സഹിക്കുന്നതെന്ന് പറഞ്ഞാ ഏത് പെണ്ണും തകർന്നു പോകും. വേണ്ടാതെ ഞാൻ എന്തിനാ ജീവിക്കുന്നേ? എല്ലാം അവസാനിപ്പിക്കുന്നത് നല്ലത്. ഞാനില്ലെങ്കിൽ ബാക്കിയുള്ളവരെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കും. ഞാൻ എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചേർന്നോ? ആവശ്യമുള്ള മരുന്ന് ഇവിടെ തന്നെ കാണും. അറ്റത്തെ ഷെൽഫില് മെഡിസിൻ ബോക്സ് കാണും. അതന്നെ. ഈ ബാമൊന്ന് തേച്ച് തന്നാ മതി. ടാബ്ലറ്റ്സ് ഒന്നുമില്ലേ? ഇല്ല. ഇത് പിടിക്ക. നന്നായി ഒന്ന് ഒഴിഞ്ഞു തന്നാ പെട്ടെന്ന് ശരിയാവും. നീ പറഞ്ഞ വാക്ക് നിനക്ക് ഓർമ്മയുണ്ടോ? ഗിരിയേട്ടന് നിന്നെ വേണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ആ വീട്ടിലോ ഗിരിയേട്ടന്റെ ജീവിതത്തിലോ നീ ഉണ്ടാവില്ലാന്ന്. ഇല്ല, ഞാൻ ഒരിക്കലും ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പാടില്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ എന്റെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കണം. എന്റെ കുഞ്ഞെന്ത് തെറ്റാ ചെയ്ത്? എന്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് ജീവിച്ചേ പറ്റൂ. ഇതുവരെയുള്ള എന്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും ഞാൻ ദൈവത്തിനെ വിട്ടുകൊടുത്തിട്ടുള്ളത്. ഇതും അങ്ങനെ തന്നെ ആവട്ടെ. ഈശ്വരൻ എന്നെ എന്റെ കുഞ്ഞിനെയും കൈവിടില്ല.
എന്താ നിന്റെ ഉദ്ദേശം? ഗിരീട്ടാ, ഞാൻ ഒരിക്കലൊരു തെറ്റ് സംഭവിച്ചിട്ടും നീ അതിൽ നിന്നൊരു പാഠം പഠിച്ചില്ലല്ലേ? വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാനാണോ നിന്റെ ഉദ്ദേശം? എന്നെ അതിന് കിട്ടില്ല. ഗിരീട്ടാ, ഗിരീട്ടാ നിക്ക്. ഗിരീട്ടാ, എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഒരു തെറ്റിദ്ധാരണയും സംഭവിച്ചിട്ടില്ല. നീ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മഞ്ജുവിന്റെ സ്ഥാനത്ത് കയറി ഇരിക്കല്ലേ നിന്റെ ലക്ഷ്യം? പറ, അതല്ലേ നിന്റെ ലക്ഷ്യം? അതിനല്ലേ ഷോപ്പിങ്ങിന് പോണമെന്ന് നുണ പറഞ്ഞ ആളില്ലാത്ത വീട്ടിലേക്ക് നീ എന്നെ വിളിച്ചത്? ഒരു കാര്യം നീ നന്നായി മനസ്സിലാക്കിക്കോ. ഈ ഗിരിയുടെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണിനെ സ്ഥാനമുള്ളൂ, അത് മഞ്ജുവാണ്. അവളും ഞങ്ങളുടെ കുഞ്ഞിനെക്കാളും വലുതായി മറ്റൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല. മഞ്ജുവിന് എനിക്ക് എത്രമാത്രം ഇഷ്ടമാണെന്ന് നിനക്കറിയായിരുന്നെങ്കിൽ നീ ഈ വൃത്തികെട്ട കളികൾക്കൊന്നും നിൽക്കില്ലായിരുന്നു. മഞ്ജുവിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിന് നിന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ മര്യാദയ്ക്ക് കാനഡയിലേക്ക് പോകുന്ന കരുതിയ ഞാൻ ദേഷ്യം കടിച്ചു പിടിച്ച് നീ പറയുന്നതെല്ലാം ചെയ്തത്. പക്ഷേ നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേക്കും നീ എന്റെ തലയിൽ കയറി നിരങ്ങാൻ തീരുമാനിച്ചല്ലേ? എനിക്കങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഗിരീട്ടാ. ഏയ്, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നാൽ എന്റെ സ്വഭാവം മാറും. അടുത്ത ആഴ്ച മര്യാദയ്ക്ക് നീ കാനഡയിലേക്ക് പോകാൻ നോക്കിക്കോ. നീ പോയാലും ഇല്ലെങ്കിലും എന്റെ വീട്ടിൽ നിന്ന് എന്തായാലും നിന്നെ ഞാൻ ഇറക്കി വിടും. ഇനി നിന്റെ ശല്യം സഹിക്കാൻ എനിക്ക് പറ്റില്ല. ഗിരീട്ടാ, ഗിരീട്ടാ. ഗിരീട്ടാ, ഗിരീട്ടാ നിക്ക്. ഗിരീട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പെട്ടെന്നൊരു നിമിഷത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഞാനൊരിക്കലും ഗിരീട്ടനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. ഗിരീട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാതെ പറ്റിപ്പോയതാ. എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പലവട്ടമായിട്ട് നീ ഇങ്ങനെ പെരുമാറുന്നു. ഇതൊക്കെ നീ കരുതിക്കുട്ടി ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെയും മഞ്ജുവിന്റെയും ബന്ധം തകർക്കാനാ നീ ശ്രമിക്കുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഗിരിയേട്ടന്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്നു തോന്നുന്നുണ്ടോ? എനിക്ക് ഗിരിയേട്ടനോട് കുറച്ചു സമയം ചെലവഴിക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ അവകാശം സ്ഥാപിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. പ്രീതി, മദ്യത്തിന്റെ ലഹരിയിലാണെങ്കിലും എനിക്കൊരു തെറ്റുപറ്റി. അതിന്റെ കുറ്റബോധം മരിക്കുന്നതിന്റെ അന്ന് വരെ എനിക്കുണ്ടാവും. ആ ശപിക്കപ്പെട്ട നിമിഷം, അതിനുശേഷം ഞാൻ കുടിക്കില്ലെന്ന് തീരുമാനിച്ചു. ആത്മാർത്ഥമായിട്ട് നന്നാവാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയായിരിക്കും. നിന്നെ പോലെ ആ തെറ്റ് ആവർത്തിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്.